എൻ്റെ കുട്ടി ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടോ, സച്ച് എ ബ്യൂട്ടിഫുൾ മോർണിംഗ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് അങ്ങ് എടുത്തേക്കാന്ന്. രാവിലെ തന്നെ ചേട്ടൻ ഗ്രാസൊക്കെ ട്രിം ചെയ്ത് അപ്പോൾ കുറേ പ്രാവുകൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ ഇൻസെക്ട്സൊക്കെ കുറച്ചും കൂടി വിസിബിൾ ആവുമോ അങ്ങനെ എന്തോ ആണോ. ഇങ്ങനെ യൂഷ്വലി ട്രിം ചെയ്ത് കഴിയുമ്പം ഒരുപാട് ബേർഡ്സ് വരും. ഇതിപ്പോൾ പ്രാവ് മാത്രമാണ്, പക്ഷേ കുറച്ചും കൂടി ടൈം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ വേറെയും കുറേ ബേർഡ്സൊക്കെ വരും കേട്ടോ. കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഞായറാഴ്ച ഇങ്ങനെ ഒരു ടൈം എപ്പോഴെങ്കിലും വൈകുന്നേരമോ രാവിലെ ആയിട്ട് ഇങ്ങനെ ഒരു ടൈം ഉണ്ടാവും. ഗാർഡനിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്ത് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. ഇതാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ചക്ക ഇട്ടു. അപ്പോൾ ആ ചക്ക കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. കുറേ സമയം അങ്ങനെ ഗാർഡനിൽ തന്നെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ദാഹിച്ചു. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്തൊരു കരിക്കിട്ട് തരാൻ പറഞ്ഞു. അപ്പോൾ കരിക്ക് തരുവാണ്. അങ്ങനെ അതൊക്കെ കുടിച്ച് ഗാർഡനിൽ കയറി. പിന്നെ കുളിച്ച് റെഡിയായി ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഒന്ന് നല്ലൊരു ബിരിയാണി കഴിക്കാൻ പോകും. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ ബിരിയാണി കഴിക്കാൻ പോവാണ്. എറണാകുളത്തെ ഏറ്റവും അടിപൊളി ബിരിയാണി ഏതാ? യെസ്, നമ്മൾ റഹ്മാനിയ ബിരിയാണി കഴിക്കാൻ പോവാണ്. ചേട്ടന് ഏത് ബിരിയാണിയാണ് അവിടുത്തെ ഏറ്റവും ഇഷ്ടം? ഫേവറേറ്റ് മട്ടനാ. മട്ടൻ കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ. മട്ടൻ തീരാറാവോന്നൊരു പേടിയുണ്ട് എപ്പോഴും. പക്ഷെ ഇന്ന് ഞങ്ങൾ നല്ല നേരത്തെയാണ്, 12 മണി ആവണേ ഉള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾ റെഡിയായി ഇറങ്ങി. മട്ടൻ തീരരുത്. അങ്ങനെ സ്ഥലം എത്തി. പക്ഷെ നല്ല വെയിലായിരുന്നേ. ഭാഗ്യത്തിന് വെയിറ്റ് ചെയ്യാനൊന്നുമില്ല. നമുക്കറിയാമല്ലോ, നല്ല ക്യൂ ആയിരിക്കും യൂഷ്വലി. പിന്നെ നേരത്തെ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ക്യൂ ഒന്നും നിൽക്കണ്ടാവുന്നില്ല. ഈ സമയത്ത് എനിക്ക് അവരുടെ ഏറ്റവും ഇഷ്ടം ആ ഈന്തപ്പഴച്ചാറാണ്. ദൈവമേ, അത് ഞാൻ വീണ്ടും വീണ്ടും വാങ്ങും. ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിക്കും, നീ ബിരിയാണിയുടെ ഫ്ലേവർ അറിയുന്നുണ്ടോ? നീ ഇത്രമാത്രം ഈന്തപ്പഴച്ചാറിട്ട് കുഴച്ച് കഴിഞ്ഞാലെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്കെന്തോ ഇപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞു നിൽക്കണ താമസം കൊണ്ട് മട്ടൻ ബിരിയാണി എത്തി. നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചെടുക്കണം. യൂഷ്വലി ഞങ്ങൾക്ക് ഒരു മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്താൽ തന്നെ 2 പേർക്കും ഫുള്ളാവുകയും. എനിക്കങ്ങനെ നല്ല വിശപ്പായിരുന്നു. ക്യാമറ പിടിച്ച് വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കാനൊന്നും തീരെ തോന്നണ്ടായില്ല. ശരിക്കും ഇത് മുമ്പിലേക്ക് വരുമ്പോൾ എൻ്റെ വായിലങ്ങ് വെള്ളം വരും കേട്ടോ. അത്രയും എൻ്റെ റൈസൊക്കെ നല്ല സോഫ്റ്റാണ്. പിന്നെ മട്ടൻ്റെ കാര്യം പറയുകയും വേണ്ട. സത്യം പറഞ്ഞാൽ ഈ ബിരിയാണി മുമ്പിലുള്ളപ്പോൾ ഈ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദുഷ്കരവും കഠിനകരവുമായ കാര്യമാണ്. അപ്പോൾ ഇതേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഹാപ്പിയായി. അപ്പോൾ വി ക്യാൻ റിട്ടേൺ ടു ഹോം. വൈകുന്നേരമായിരുന്നു ഈ പാർക്കിലൊക്കെ നടക്കാറുണ്ടല്ലേ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് തോന്നി എന്നാൽ ലുലു പോയി കുറച്ച് ഷോപ്പും കൂടി ചെയ്തേക്കാം. ഒന്നുമില്ല, കുറച്ച് ഗ്രോസറീസ് ആൻഡ് വേറെ നെയിലുമാണ് എന്തിനൊക്കെയോ 50% ഓഫ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊന്ന് നോക്കാം. കാല് കുത്താൻ സ്ഥലം കിട്ടിയാൽ. പറഞ്ഞ പോലെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ഷോപ്പ് ചെയ്യാനൊന്നും ഒന്നുമില്ല. ജസ്റ്റ് തിരക്കില്ലാത്ത സൈഡിൽ നിന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങി. പക്ഷെ എനിക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങോട്ടൊന്നും കയറാനേ പറ്റണ്ടായില്ല. സോ ഞങ്ങൾ വേഗം തന്നെ റിട്ടേൺ വന്നു. ഉച്ചയാകുമ്പോൾ തിരക്കില്ലെന്ന് വെറുതെ ആയിപ്പോയി. അത് കാരണം അധികമൊന്നും പർച്ചേസിന് നിന്നില്ല. ജസ്റ്റ് അവിടെ ഒന്ന് കണ്ടു. തിരക്കുള്ള സ്ഥലത്തു നിന്നൊക്കെ ഞാനിങ്ങ് പോന്നു. അധികം ക്രൗഡിലൊന്നും ഇപ്പം പോണത് പറ്റൂല. സോ
ഞങ്ങൾ ജസ്റ്റ് എന്തായാലും കയറിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബെഡ്ഷീറ്റ്, പിന്നെന്തായിരുന്നു ചവിട്ടി, അങ്ങനത്തെയൊക്കെ തിരക്കില്ലാത്ത സ്ഥലത്തു നിന്ന് അങ്ങനെ എടുത്തിട്ട് വേഗം പോന്നു. സോ ഞാൻ ലുലുവിൽ ഷോപ്പ് ചെയ്യണത് കാണിക്കാൻ പറ്റൂല, അത്രയും തിരക്കായിരുന്നു. ഒരു ഷോപ്പിംഗ് മോളായ അതിൻ്റെ സറൗണ്ടിങ്സ് നല്ലോണം കീപ്പ് ചെയ്യണം. ലുലുന്ന് ഇറങ്ങി നമുക്ക് ഇനിയും ടൈമുണ്ട്. അപ്പോൾ വി തോട്ട് ഭീമയിലൊന്ന് കയറാമെന്ന്. അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ വന്നു. ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആണ്, നല്ല മഴയായി. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു രാത്രിയിലത്തേക്ക് എന്തുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കിക്കൂടാ. ബിരിയാണി അല്ല, നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റും എന്നും പറയാം, എന്നാലും ഒരു തട്ടിക്കൂട്ട് ബിരിയാണി. പിന്നെ തീരുമാനിച്ച സ്ഥിതിക്ക് എല്ലാം പിന്നെ സടപടയെന്നായിരുന്നു. വേഗം തന്നെ എല്ലാം അണ്ടിപ്പരിമ്പും കിസ്മിസും ഒക്കെ വറുത്തു. പിന്നെ സവാള വറുത്ത് പോരി. സവാള വറുക്കുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഇങ്ങനെ കണ്ട ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ കരിയരുത്. അങ്ങനെ കിട്ടാൻ ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എണ്ണയിൽ കിടന്നത് ആയിട്ടില്ല എന്ന്. പക്ഷെ ആയിട്ടില്ല എന്ന് നമുക്ക് തോന്നണ ആ ഒരു സമയത്ത് നമ്മൾ വറുത്ത് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ലേറ്റർ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ നല്ല അസൽ ചിക്കൻ റോസ്റ്റ് റെഡി ആയേക്കാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഞാൻ റൈസ് ഇട്ടായിരുന്നേ. ഇനി നമുക്ക് റൈസ് ഒന്ന് ശരിക്കും ഗാർണിഷൊക്കെ ചെയ്ത് ഫുള്ള് എല്ലാം നെയ്യൊക്കെ ഇട്ട് നല്ല റെഡിയായിട്ട് എടുക്കുകയാണ്. ലാസ്റ്റ് ഇതേ പുതിനയും മല്ലിയിലയും കൂടി ഇടാണ്. കഴിഞ്ഞു. വൈകുന്നേരം ചായക്ക് പഴംപൊരിയാണ് ആക്കിയത്. നല്ല സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറമ്പിലിറങ്ങി കുറച്ചൊന്ന് നടന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ.